നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പം എല്ലാവരും വോട്ടെണ്ണൽ കാത്തിരിക്കുകയും കണ്ടിരിക്കുകയും അല്ലേ? ഞാനേ 2 ദിവസം മുമ്പ് ഡൈസ് ഇറ ആ സിനിമ ഒന്ന് കണ്ടു. തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ മോളും കുട്ടികൾ ചെറുതാണല്ലോ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള സിനിമയൊക്കെ കാണാനുള്ള താല്പര്യമുള്ളൂ കേട്ടോ. ഹസ്ബൻഡിന് സിനിമയോട് തീരെ താല്പര്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ തനിയെ പോയി കാണുമായിരുന്നു. തനിയല്ല, മോനൊക്കെ കൂടി പോയി കാണുമായിരുന്നു. ഒറ്റയ്ക്കൊന്നും പോകാറില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് കാണാമെന്ന് വെച്ചാലും ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. അപ്പം എനിക്ക് കാന്താര കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോഴാണ് കാന്താരയുടെ റിവ്യൂസൊക്കെ കണ്ടത്. ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് അലറി പോകുന്നു. ഞാനാണെങ്കിൽ ആ ഗണത്തിൽ പെട്ടതാണ്. പറഞ്ഞിട്ടില്ലേ, റെക്കി എന്നുള്ള സംഭവം പ്രപഞ്ച ശക്തിയാണ്. ഇനിയിപ്പോൾ ഇതൊന്നല്ലാത്ത ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് അലറി പോകുമ്പോൾ എനിക്കാണെങ്കിൽ റെക്കിയും ഉണ്ട്. പോരാത്തതിന് പാരമ്പര്യമായിട്ട് അമ്മയുടെ വക അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അമ്മയെ കുറഞ്ഞു തുള്ളുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാന്താര പോയി കണ്ടില്ല. വീട്ടിൽ മൊബൈലിൽ കണ്ടു. പ്രാർത്ഥിച്ചൊക്കെ ഇരുന്ന് കണ്ടത്. വിഷയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുപോലെ ഈ ഡൈസിറ കണ്ട കുറേ പേര് പേടിച്ച് അലറി വിറച്ച് അങ്ങനത്തെ റിവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമായിട്ടല്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഹസ്ബൻഡിന് ഇത്തിരി ഹാർട്ട് പ്രോബ്ലം ഉള്ളതാണ്, മോൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിനി തിയേറ്ററിൽ പോയി കണ്ട് പേടിച്ച് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ടേന്ന് ഓർത്താണ് തിയേറ്ററിൽ പോയി കാണാതിരുന്നത്. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ഹോട്ട്സ്റ്റാറിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു. ഇപ്പോൾ കുട്ടികളെ ഇല്ലാത്ത സമയം നോക്കി കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. കാരണം ഈ ആഴ്ചയിൽ തിങ്കളും ചൊവ്വയും മാത്രമേ അവർക്ക് ക്ലാസ് ഉണ്ടായുള്ളൂ. ബുധനാഴ്ച മുതൽ അവർ വീട്ടിലുണ്ട്. പിന്നെ എപ്പോഴാണ്? രാത്രി 12 മണി കഴിയും അവർ ഉറങ്ങണമെങ്കിൽ. അങ്ങനെ വൈകുന്നേരം അവർക്കുള്ള ഫുഡ് ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുത്തിട്ട് മോള് ടി വിയിലൊന്ന് ഓണാക്കിയിട്ടു. പടം തുടങ്ങുന്നത് തന്നെ എന്താണ്? നല്ല ഒന്നാന്തരം ഒരു ഇടിവെട്ട് കിസ്. അത് തുടങ്ങലും കൊച്ചുങ്ങൾ അവിടെ ഇരുന്നോട്ടത് എന്താ ഈ കാട്ടണ. പിന്നെ ഞങ്ങൾ റിമോട്ട് തപ്പണം. ആ നേരത്തെ റിമോട്ട് പിന്നിൽ വെച്ചത് കാണാനില്ല. തപ്പി സീനും പോയി. പിന്നെ വന്നതൊക്കെ പ്രേതത്തിൻ്റെ സീനുകളൊക്കെ അല്ലേ. അത് കൊച്ചുങ്ങൾ കാണണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കല്ലേ, ടി വിക്ക് നോക്കല്ലേ, പേടിയാവും, നിങ്ങൾ പേടിക്കും. എവിടെ അവർക്ക് പേടി? കൊച്ചിനെ മോനെ കാണിച്ചു കൊടുത്ത് പോകും പറയാ ഇതാ പ്രേതം. നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ടെൻഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്കൊരു കൂസലില്ലാന്നേ. അവരൊക്കെ ഇഷ്ടം പോലെ വീഡിയോകൾ കാണുന്നതല്ലേ പ്രേതത്തിൻ്റെയൊക്കെ. അത് കാണുമ്പോൾ അവർക്ക് പേടിയുണ്ട് കേട്ടോ. അവർക്ക് ഓരോ പേടിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് അടുക്കള വാതിക്കൂടെ എത്തിച്ചു നോക്കി ടി വിയിലേക്ക്. ഞാൻ പറയും എന്തിനാടെ അങ്ങനെ എത്തിച്ചു നോക്കുന്നത്? കഷ്ടം പേടിയാവണം. നമ്മൾ കാണണ്ട. ആ ടീമിന് ഇത് കണ്ടിട്ട് ഒരു പേടിയും തോന്നില്ല. സിനിമയുടെ മേക്കിങ്ങിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. മേക്കിങ്ങൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് പേടി തോന്നില്ല, എനിക്കും പേടി തോന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അത് പടത്തിൻ്റെ കുറ്റമല്ലാതെ നമുക്കതിനുള്ള ആസ്വാദനം പോരാതിന് വീട്ടിലിരുന്നല്ലേ കണ്ടത്. തിയേറ്ററിൽ പോയി കണ്ട അതിൻ്റെ സൗണ്ട് എഫക്റ്റൊക്കെ കൂടിയാകുമ്പോൾ പേടി തോന്നും. അത് ശരിയാണ്. അങ്ങനെ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിപ്പോൾ ലക്ഷങ്ങൾ കടന്നു. 3 ലക്ഷത്തിന് മേലെയൊക്കെ ആയി. ഇഷ്ടംപോലെ ആൾക്കാരെന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. പിള്ളേരെ ഇരുത്തി കാണാൻ പറ്റിയൊരു പടം, നിങ്ങൾക്ക് വേറൊരു പടം കണ്ടില്ലേന്ന്. എന്തെങ്കിലും ആവട്ടെ, ഓടട്ടെ. ഫേസ്ബുക്ക് വഴി സമയം തെളിയട്ടെ. അങ്ങനെ ഓർത്ത് സന്തോഷിക്കുന്നു. ഞാനിപ്പോൾ ആ നെഗറ്റീവൊക്കെ ചിരിച്ച് തള്ളാണ്. നമ്മുടെ ഗംഗാ മീനാക്ഷിയുടെ മാതിരി എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. കാരണം നെഗറ്റീവ് വരട്ടെ അല്ലേ.